ഇത് നമുക്ക് ക്രിസ്മസിന് പ്ലം കേക്ക് ഉണ്ടാക്കുമ്പം ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുമ്പം പിന്നെ ഡെസേർട്ടെല്ലാം ഉണ്ടാക്കുമ്പം ഐസ്ക്രീമിന് ഡെക്കറേറ്റ് ചെയ്യാൻ എല്ലാത്തിനും നമുക്കിത് ഉപയോഗിക്കാം. ഹായ്, വെൽക്കം ടു അവർ ചാനൽ യൂട്യൂബ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ. വളരെ സിമ്പിളും വളരെ ചിലവ് കുറഞ്ഞതും ആണ് നമുക്ക് ക്രിസ്മസിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ. ക്രിസ്മസിന് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വേറെ ഒന്നുമല്ല, ട്യൂട്ടി ഫ്രൂട്ടി കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പപ്പായ കൊണ്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ആക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം അതത് സമയം നിങ്ങളിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും മിസ്സാവാണ്ട് കാണാം കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് ഇത്ര നിങ്ങൾ നല്ല സപ്പോർട്ടാണ് തന്നത്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് നല്ല ഒരു താങ്ക്സ് അറിയിക്കുക. നിങ്ങൾ എത്രയും എന്നെ സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഫ്രഷ് ഒരു പപ്പായ പറിച്ചെടുത്തതാ കേട്ടോ. കറിയെല്ലാം കണ്ടില്ലേ? അപ്പം ഇനി ഞാനിത് മുറിച്ച് തോലെല്ലാം ചെത്തിയെടുക്കട്ടെ. ഇപ്പം ഇതാ ഞാൻ പപ്പായ തോലെല്ലാം ചെത്തി രണ്ട് സൈഡും ഇങ്ങനെ വെട്ടിയിട്ട് ഇത് നമ്മൾ ഈ പൂവുള്ള ഭാഗം പോക്കണം കേട്ടോ. അപ്പം ഇതെല്ലാം ഇനി കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കാൻ വേണ്ടി ഞാൻ പപ്പായ നീളത്തിനും ചീന്തിയിട്ടുണ്ട് കണ്ടോ, നടുവ് കൂടെ ചീന്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക. പപ്പായ എല്ലാം ഇതാ ചെറിയ നല്ല സ്ക്വയർ പീസസ് ആയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ദാ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പപ്പായ മുങ്ങിയിട്ട് വെള്ളം വേണം കേട്ടോ. പപ്പായ അതിൽ മുങ്ങിക്കിടന്ന് വേവണം. എത്ര സമയം എടുത്തു വേകാന്ന് ഞാനിത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് വേവട്ടെ. ഇതാ പപ്പായ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം 2 മിനിറ്റ് ഇത് നല്ല പോലെ തിളച്ചു. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്തിനാണെന്നറിയോ? പപ്പായ വെന്തടിഞ്ഞ് കലങ്ങി പോവാതിരിക്കാനാ. അപ്പം ഇനി ഇതിൽ കിടന്ന് വേവട്ടെ. എന്നിട്ട് ഇതിൻ്റെ നോക്കണം നമുക്ക് വെന്തോന്ന്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയം എത്രയായിച്ചാൽ ഞാൻ അന്നേരം പറഞ്ഞുതരാം കേട്ടോ. ഇത് ഒന്ന് വെന്തിട്ട് നോക്കട്ടെ. അധികം വെന്തോടെയാനും പാടില്ല കേട്ടോ. നമ്മളിതാ ഇത് ചെറുങ്ങനെ ഒന്ന് മൂടി വെക്കണം കേട്ടോ. എന്നാലേ എല്ലാം ഒരുപോലെ വേവുള്ളൂ. ഇതാ നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ, ഇതായോന്ന്. ഇപ്പോൾ ഒരു 10 മിനിറ്റായി കേട്ടോ. ഞാൻ നോക്കട്ടെ ഇത് ആയിട്ടുണ്ടോന്ന്. കണ്ടോ, പപ്പായൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് കണ്ടോ, ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് മതി. പിന്നെ ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതാ കറക്റ്റ് ആയിട്ട് കേട്ടോ. അധികം വെന്തടിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. സ്റ്റവ് ഓഫ് ചെയ്തു ഞാൻ. ഇതൊന്ന് ഫിൽട്ടർ ചെയ്യണം. എല്ലാം കൂടെ ഞാൻ വെള്ളം ഒഴിക്കാൻ മാറ്റി വെച്ചപ്പോൾ ഇനി ഇവിടുന്ന് നല്ലപോലെ വെള്ളം വാരട്ടെ. പിന്നെ വേവിക്കുന്ന സമയം വ്യത്യാസമായിരിക്കും. കാരണം ഞാൻ വളരെ ചെറുതാക്കി അരിഞ്ഞത് കൊണ്ടാണ് എനിക്ക് 10 മിനിറ്റ് എടുത്തുള്ളൂ. ചിലപ്പോൾ 10 to 15 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും കേട്ടോ. ഇതാ പപ്പായൊക്കെ തണുത്തു. ഇപ്പം ഞാൻ ഒന്ന് അളന്ന് നോക്കി കേട്ടോ. ഇതാ ഈ കപ്പിന് അളന്ന് നോക്കിയപ്പോൾ 3 കപ്പ് ഉണ്ട്. അപ്പം നമ്മൾ എത്ര പപ്പായ ഉണ്ടോ അത്രയും പഞ്ചസാരയും അത്രയും വെള്ളം വെക്കണം കേട്ടോ. ഞാൻ ഇതിന് 3 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇനി പഞ്ചസാര ഇടുകയാണ് കേട്ടോ. അതേ ബൗളിന് 3 ബൗള് വെള്ളവും 3 ബൗള് പഞ്ചസാരയിട്ട് തിളപ്പിച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ റെഡിയാക്കി വെച്ച പപ്പായ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൽ കിടന്ന് ലോ ഫ്ലെയിമിൽ
ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ മധുരം മുഴുവൻ പപ്പായ വലിച്ച് എടുക്കണം, അബ്സോർബ് ചെയ്യണം കേട്ടോ. അതുവരെ ഇതിലിട്ട് വേവിക്കണം. ആദ്യം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക, ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാതെ കേട്ടോ. അപ്പം പിന്നെ മൂടണ്ട, പിന്നെ തുറന്ന് വെക്കാം. ഇപ്പം ഞാൻ മൂടി വെക്കുന്നത് കുറച്ചിങ്ങനെ വെക്കാം, അഥവാ പതച്ച് തൂകുമെങ്കിലും. ഇതാ ഇപ്പം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക കേട്ടോ. ഫുൾ ഫ്ലെയിമിലിട്ട് ഉടനെ വറ്റിച്ചെടുക്കല്ല വേണ്ടേ. ഇനി അടച്ചു വെക്കണ്ട, ഇനി തുറന്നിട്ടിട്ട് സിമ്മിൽ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുക പറഞ്ഞാൽ മധുരമുള്ളത് വലിച്ചെടുക്കണ്ടേ. പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇടയ്ക്ക് ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് എല്ലാം റെഡി ആയിട്ട് കാണിച്ചു തരാം. ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഉണ്ട്, വെള്ളം കൂടെ ഒന്ന് വറ്റിത്തീരണം കുറച്ചുകൂടെ. അപ്പം നിങ്ങൾ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോഴല്ലേ, അവസാനമല്ല, ആദ്യം തന്നെ. ഇപ്പം ഞാൻ 3 കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പം 3 കപ്പിന് 2 കപ്പ് ഒഴിച്ചാൽ മതി, 2-2.5 കപ്പോ മതി കേട്ടോ. ഇത് ഞാൻ കുറച്ച് നേരം കൊണ്ട് വറ്റിച്ചെടുത്തതാണ്. വെള്ളം എത്ര ഒഴിക്കണമെന്ന് വെച്ചാൽ അത്ര തന്നെ പഞ്ചസാര ഇട്ടാൽ മതി. ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്രയേ ഉള്ളൂ നമുക്ക് വറ്റി കിട്ടാൻ. ഇതെല്ലാം ശരിക്ക് കണ്ടാൽ ഇത് നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. നല്ല ഷുഗർ സിറപ്പെല്ലാം ഇതിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് കളറെല്ലാം ആഡ് ചെയ്യണമല്ലോ. അപ്പം ഞാനിതാ ഒരു 3 പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് 3 കളറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ഞാനിതാ ഫുഡ് കളറ്, റെഡ് കളറ്, ഇതിൻ്റെ പഞ്ചസാര സിറപ്പ് തന്നെ എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് റെഡ് കളറ് ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ കളേഴ്സാണ്. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ ഒന്ന് ബീറ്റ്റൂട്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഇനി നമുക്ക് 3 എണ്ണത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. റെഡ് കളറായത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഫുഡ് കളറാണ്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിൽ ഒന്ന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നുകൂടെ അടുപ്പത്ത് വെച്ച് ഇതേപോലെ ആക്കി എടുക്കണം. അതിനത്രയൊന്നും സമയമുണ്ട്, 2 മിനിറ്റ് മതി കേട്ടോ. ഒന്ന് നമുക്ക് ഈ പാത്രത്തിലിട്ട് കൊടുക്കുക. ഇത് ഞാനിവിടെ ഫുഡ് കളർ ഉണ്ടാക്കിയതാണ് കേട്ടോ. ബീറ്റ്റൂട്ട് വെച്ച് അപ്പോൾ ആ പാത്രത്തിലിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് മിക്സ് ചെയ്താൽ അതിൻ്റെ കളറും കിട്ടും. അതുപോലെ ഇതാ ഈ പാത്രത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ, കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത് ഇട്ടിട്ട് ഒരു പാത്രത്തിൽ, എന്നിട്ട് ഇതും ഒന്ന് അടുപ്പത്ത് വെച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ ഇത് രണ്ടും ഒരു 2 മിനിറ്റ് വീതം ഇതിൽ വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ 3 കളർ ടൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ഷുഗർ സിറപ്പിൽ വറ്റിച്ചെടുക്കാൻ ഏകദേശം ഒരു 40 മിനിറ്റ് എടുത്തു. കാരണം എന്താ വെച്ചാൽ കുറച്ച് വെള്ളം കുറച്ച് അധികമാണ്. അധികം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ വെക്കുമ്പം കഷ്ണങ്ങൾക്കനുസരിച്ചായിട്ട്, ചിലപ്പം വലിയ കഷ്ണമായിട്ട് മുറിച്ചാൽ 1 കപ്പിന് 1 കപ്പ് വെള്ളം വെച്ചാൽ പറ്റില്ല. ഞാൻ കുറച്ച് വളരെ ചെറുതാക്കിയാണ് മുറിച്ചത്. അപ്പം ഞാൻ 1 കപ്പിന് 1 കപ്പ് വെള്ളവും പഞ്ചസാരയും വെച്ച്. നിങ്ങൾ വേണമെങ്കിൽ 2 കപ്പ്, 1 കപ്പിന് 3/4 കപ്പ്, അതായത് 2 കപ്പ് ഉണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളവും വെക്കുക, പഞ്ചസാരയും വെക്കുക. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷേ ഇതിപ്പോൾ കറക്റ്റായിട്ടോ, ഇതിൻ്റെ തിക്നെസ്സും ഇതിൽ ഷുഗർ സിറപ്പ് കോട്ടിങ്ങും എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതൊരു 12 മണിക്കൂർ ഇതിൽ തന്നെ വെക്കണം ഇങ്ങനെ. അപ്പോൾ 12 മണിക്കൂർ ഇങ്ങനെ വെക്കണമെങ്കിൽ നമ്മൾ മൂടി വെച്ച് എവിടെയെങ്കിലും പാത്രത്തിൽ വെള്ളത്തിൽ വെക്കണം. എന്താ പറയുക, ഉറുമ്പെല്ലാം വരും. ഇപ്പോൾ ഇത് രാത്രിയാണ്, അപ്പം ഞാൻ നാളെ രാവിലെ ഇനി ഇത് എടുക്കുകയുള്ളൂ. ഞാനിതാ ഇതുപോലൊരു വലിയ ബേസിനിൽ വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ വെച്ചത്, അല്ലെങ്കിൽ ഉറുമ്പ് വരും. ഇനി എല്ലാം ഒന്ന് മൂടി വെക്കാം. നമുക്ക് ഒരു പ്ലേറ്റ് കൊണ്ട്, ഓരോരോ പ്ലേറ്റ് കൊണ്ട് എല്ലാം മൂടി വെച്ച് ഇനി രാവിലെ നോക്കാം. ഓക്കെ, ഇതാ 12 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ ഷുഗർ സിറപ്പെല്ലാം ഇത് നല്ലപോലെ അബ്സോർവ് ചെയ്തിട്ടുണ്ടാകും. ഇനി നമുക്കിത് കുറച്ചൊന്ന് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുക്കുക പറഞ്ഞാൽ ഒന്ന് ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് ഒരു പ്ലേറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാ
3 പ്ലേറ്റ് ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാനിത് 3ഉം ഇതിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യട്ടെ. ഇതെല്ലാം ഞാൻ ടിഷ്യൂ പേപ്പറെല്ലാം വെച്ച പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ ഇവിടുന്ന് ഉണങ്ങണം. നമുക്കൊന്ന് ഫാനൊക്കെ ഇട്ട് കൊടുത്ത് ഉണക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഫാനിൻ്റെ ഇടയിൽ വെച്ചിട്ട് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. 2 മണിക്കൂർ ഫാനിൻ്റെ ഒട്ടിൽ വെച്ചിട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നല്ല വെയിൽ വന്നു, എന്നാൽ പിന്നെ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി എടുക്കാമെന്ന്. ഇനി ഇത് നല്ലപോലെ ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിതാ കുറച്ച് 1 മണിക്കൂർ പോലെ വെയിൽ കിട്ടിയുള്ളൂ. എനിക്ക് അത്രയും വെയിലത്ത് വെച്ചപ്പം കണ്ടോ ഇങ്ങനെയായി കിട്ടി. ഇനി നമുക്ക് ഇത് സൂക്ഷിച്ച് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ കേക്കെല്ലാം ഉണ്ടാക്കാം, ക്രിസ്മസിന് നമുക്ക് അടിപൊളി പ്ലം കേക്കെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ ഇത്ര നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതുപുത്തൻ വിഭവമായിട്ട് വരണമെങ്കിൽ നിങ്ങൾ എന്നെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യണം. മോട്ടിവേറ്റ് ചെയ്യാന്നാൽ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങളൊരു കമൻറ്റൊക്കെ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്ത് വേണമെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.